തൃശൂർ ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ അനസ്തേഷ്യ നൽകിയതിനെ തുടർന്ന് യുവാവ് മരിച്ചെന്ന് പരാതി. കുറ്റിച്ചിറ സ്വദേശി സിദ്ധാർത്ഥന്റെ മകൻ സിനീഷാണ് മരിച്ചത്. ഹെർണിയ ഓപ്പറേഷനായാണ് അനസ്തേഷ്യ നൽകിയ യുവാവിന് ഹൃദയാഘാതമുണ്ടായതായാണ് സംശയം. അനസ്തേഷ്യ നൽകിയതിലെ പിഴവാണ് മരണകാരണമെന്ന് ബന്ധു ആരോപിച്ചു. വിവരങ്ങളുമായി തൃശൂരിൽ നിന്ന് ലെവിൻ കെ വിജയനുണ്ട്. ലെവിൻ, എന്താണ് സംഭവം? ഹർഷൻ, ഇന്നലെയാണ് ഹെർണിയ ശസ്ത്രക്രിയയ്ക്ക് വേണ്ടി ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ ഈ സിദ്ധാർത്ഥന്റെ മകൻ 34 വയസ്സുകാരനായ സിനീഷ് അഡ്മിറ്റ് ആവുന്നത്. ഇന്ന് രാവിലെ ശസ്ത്രക്രിയ നടത്താൻ തീരുമാനിച്ചു. അതിന്റെ അടിസ്ഥാനത്തിൽ ഡോക്ടർമാർ അനസ്തേഷ്യ നൽകി അധികം വൈകാതെ ഇയാൾക്ക് അലർജിയും മറ്റ് അസ്വസ്ഥതകളും അനുഭവപ്പെടുകയായിരുന്നു. ഇതിനിടയിൽ ഹൃദയാഘാതമുണ്ടായി. തൊട്ടു പിന്നാലെ തന്നെ ചാലക്കുടിയിൽ തന്നെയുള്ള ഒരു സ്വകാര്യ ആശുപത്രിയിലേക്ക് സിനീഷിനെ മാറ്റി. അവിടെ വെച്ച് വീണ്ടും ഹൃദയാഘാതമുണ്ടായി. തൽക്ഷണം 10:55 മരണം സംഭവിക്കുകയായിരുന്നു. അനസ്തേഷ്യ നൽകിയതിലെ പിഴവാണ് ഈ മരണത്തിന് ഇടയാക്കിയതെന്നുള്ളതാണ് ബന്ധുക്കളുടെ ആരോപണം. അവർ പരാതിയുമായി മുന്നോട്ട് പോവുകയാണ്. ചാലക്കുടി താലൂക്ക് ആശുപത്രി അധികൃതരുടെ ഭാഗത്തുനിന്നും വിശദീകരണം ഒന്നും കിട്ടിയിട്ടില്ല. എങ്കിൽ പോലും നമ്മൾ മനസ്സിലാക്കുന്നത് പ്രകാരം അനസ്തേഷ്യ നൽകുന്നതിന് മുൻപായി ഹൃദയാഘാതമടക്കമുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് കാട്ടി ഓരോ രോഗിയിൽ നിന്നും സമ്മതപത്രം ബന്ധുക്കളിൽ നിന്നടക്കം ആശുപത്രി അധികൃതർ വാങ്ങാറുണ്ട്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ കൂടി ഇതിന് പശ്ചാത്തലമുണ്ട്. അങ്ങനെ പറയുമ്പോൾ ആശുപത്രി അധികൃതർ പിഴവാണെന്ന് ഒറ്റ ഒരു നിരീക്ഷണത്തിൽ നമുക്ക് പറയാൻ സാധിക്കില്ല. ഏതായാലും ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്തു നിന്നും ഈ സംഭവത്തിൽ ഒരു വിശദമായ ഒരു അന്വേഷണം നടത്തണം. അതിനുശേഷം മാത്രമേ ഡോക്ടേഴ്സിന്റെ പിഴവാണോ ഇതിന് പിന്നിലുള്ളത് എന്നുള്ളത് കണ്ടെത്താനാവുകയുള്ളൂ. ഏതായാലും കുടുംബം പരാതിയുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് പറയുന്നത്. ഈ സിനീഷിന്റെ മൃതദേഹം ചാലക്കുടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. പോസ്റ്റ്മോർട്ടം അടക്കമുള്ള നടപടികൾ, പോലീസ് നടപടിക്രമങ്ങളൊക്കെ ഇനിയും ആരംഭിക്കേണ്ടതുണ്ട്. ബന്ധുക്കൾ പ്രതിഷേധവും പരാതിയുമായി മുന്നോട്ട് പോവുകയാണ്. ലെവിൻ കെ വിജയനാണ് വിവരങ്ങൾ നൽകിയത്.